ഹേ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം. നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ മുതൽ രാത്രി വരെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റിട്ടാകുമ്പം മഴയാണ്. കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്യാനൊന്നും തുടങ്ങിയിട്ടില്ല. ഇടയ്ക്കിടയ്ക്ക് തൊരാത്ത മഴയൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യും, എടുക്ക് വെയിൽ, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എന്താ പറയുക, മഴ ആസ്വദിച്ച് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ മടി കൂടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഒരു ബോധം വന്നപ്പോൾ പെട്ടെന്ന് എണീറ്റ് ഓടിയതാണ് കിച്ചണിലോട്ടേക്ക്. രാവിലെ തന്നെ പുട്ടും പഴമാണ് കഴിക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് പുട്ട് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ, അപ്പോൾ തലേന്ന് ബാക്കിയായ ചോറ് ഞാൻ ഫ്രീസറിൽ എടുത്ത് വെച്ച് രാവിലെ അത് പുറത്തെടുത്ത് വെച്ചിട്ട് പിന്നെ അങ്ങനെ പൊടിച്ചെടുത്തതാണ്. അതിലേക്ക് നമ്മൾ വറുത്ത റവയും കൂടെ ആഡ് ചെയ്താൽ പിന്നെ കറീൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ലൊരു മണവും ടേസ്റ്റുമാണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ കറി ഉണ്ടാക്കാൻ പോയാൽ കുറേ ലേറ്റ് ആണ്. എനിക്കൊന്ന് സ്കൂളിലേക്ക് പോകേണ്ട ആവശ്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുട്ട് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊരു ബിരിയാണിയും കൂടെ ഉണ്ടാക്കി. ഓൾറെഡി ഫ്രീസറിൽ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ട് ഞാനൊരു തട്ടിക്കൂട്ട് ബിരിയാണിയും കൂടെ റെഡിയാക്കി. കറിയും ചോറും ഒക്കെ ആക്കുമ്പോഴത്തേക്ക് കുറേ ലേറ്റ് ആവുമെന്ന് അങ്ങനെ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അന്ന് ഞാൻ ക്ലീനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഉച്ചക്ക് ശേഷമാണ് സ്കൂളിൽ പോകേണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ഗ്യാപ്പിൽ എനിക്ക് ക്ലീനിങ് ചെയ്യാമല്ലോ എന്ന്. മന്ത്ലി വൺസ് ഞാൻ ജനലും പിന്നെ ഫാനും മാറാലും അങ്ങനെയൊക്കെ എടുക്കും കേട്ടോ. അങ്ങനെയുള്ളൊരു ക്ലീനിങ് ആണ്. അപ്പോൾ ദാനും അതിൻ്റെ ഇടയിൽ എൻ്റെ നിന്ന് വടി വാങ്ങിയിട്ട് ഞാൻ എടുക്കും എന്നുള്ള ഒരു മട്ടിൽ എടുത്തു കൊണ്ടുപോയതാണ്. പിന്നെ മോന് തന്നെ മനസ്സിലാവുന്നില്ല ഇത് എങ്ങനെയാണ് ഹൈറ്റിൽ പിടിക്കുക എന്നുള്ളത്. അതാണ് കേട്ടോ അവൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തെന്ന് വെച്ചാൽ മന്ത്ലി വൺസ് നമ്മളിങ്ങനെ എപ്പോഴും ക്ലീൻ ചെയ്താൽ മാറാലെടുക്കലും വിൻഡോസ് ക്ലീൻ ചെയ്യലും ബാത്റൂമും ടോയ്ലറ്റ്സും ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ. നല്ല വൃത്തിക്ക് ചെയ്ത് വെച്ചാൽ നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ ഒരു ടെൻഷൻ ഫ്രീ ആണ്. പിന്നെ എന്തെന്ന് വെച്ചാൽ ഗസ്റ്റിനെ മാത്രം നോക്കേണ്ട ആവശ്യമുള്ളൂ. വീട് എപ്പോഴും നമുക്ക് ഗസ്റ്റ് വരുമ്പോൾ ഒരു ആദ്യമാണ് മനസ്സിൽ. എന്തെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും ക്ലീൻ ഇല്ലാത്ത ദിവസങ്ങളിലായിരിക്കും നമുക്ക് ഗസ്റ്റിനെ പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പം നമുക്ക് എന്തെന്ന് വെച്ചാൽ നമ്മൾ മന്ത്ലി ഇങ്ങനെ ഒരു ഡീപ്പ് ക്ലീനിങ് ചെയ്താൽ നമുക്ക് വീട് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കാം കേട്ടോ. പിന്നെ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ അടിച്ച് തുടച്ച് എടുക്കേണ്ട ആവശ്യമുള്ളൂ. നന്നായിട്ട് മെനക്കെട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും വരും. അങ്ങനെ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട് പിന്നെ നമ്മളെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിച്ചതാണ്. റെഡി ആയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചത്. ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമ്മൾ പാത്രമൊക്കെ കഴുകി വെച്ച് അങ്ങനെ പോയതാണ്. സ്കൂളിലേക്കാണ് കേട്ടോ പോയത് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തിനാണ് പോയതെന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു 2 ദിവസം മുമ്പ് ഞാൻ സ്കൂളിൽ നിന്ന് യൂണിഫോംസും ബുക്സൊക്കെ വാങ്ങിയപ്പം ബുക്സിലൊരു കംപ്ലയിൻ്റ് ഉണ്ട്, പിന്നെ യൂണിഫോമിലും കംപ്ലയിൻ്റ് ഉണ്ട്. അതായത് അപ്സരയിലത്തെ യൂണിഫോം ഇപ്രാവശ്യം ചേഞ്ച് ആയതാണ്. അതായത് മെഷർമെൻ്റ് എടുക്കുന്ന സമയം ജാനിലായിരുന്നു, ഓൾമോസ്റ്റ് ജാൻ ഫെബ് അങ്ങനെ ആയിരുന്നു തോന്നുന്നു. ആ ഒരു ഗ്യാപ്പ് വന്നില്ലേ, ജാൻ ടു മെയ്, അതായത് ജൂൺ വരെയുള്ള ഗ്യാപ്പ് വന്നില്ലേ. അപ്പോൾ സൈസിൽ ചെറിയ അപ്പ് ആൻഡ് ഡൗൺസ് ഒക്കെ വന്നു. മോളിത് എന്തെന്ന് വെച്ചാൽ എൽബോൻ്റെ അടുത്ത് മടക്കാൻ പറ്റുന്നില്ല, പിന്നെ സ്ലീവിൻ്റെ ലെങ്ത് കുറവാണ്. അതാണ് മോളെ യൂണിഫോമിൻ്റെ കംപ്ലയിൻറ്റ്. കുറച്ചും കൂടെ ഇപ്പം തന്നെ ഇടാനും ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ടാണ് ഞാൻ മടക്കി കൊടുത്തത്. അതുപോലെ തന്നെയാണ് കേട്ടോ മോൻ്റെ വേസ്റ്റ് ഭയങ്കര ലൂസായിരുന്നു. അപ്പോൾ യൂണിഫോംസ് എന്നൊക്കെ പറഞ്ഞാൽ ഡെയിലി വെയർ ആണ്. അപ്പോൾ നമുക്ക് കംഫർട്ട് ഉണ്ടെങ്കിൽ നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ഒരു കോൺഷ്യസ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ മടക്കി കൊടുത്താണ്. പക്ഷേ സ്കൂൾ മാനേജ്മെൻറ്റ് പറഞ്ഞിരുന്നു കേട്ടോ എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും ചെയ്തു തരാമെന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് പ്രിൻറ്റിങ് പ്രസ്സിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു. അവിടെയൊക്കെ പോയിട്ട് നേരെ വീട്ടിലോട്ടേക്ക് മടങ്ങിയതാണ്. 2:15 അങ്ങനെ ആ സമയത്താണ് കേട്ടോ ഞങ്ങൾ സ്കൂളിൽ പോയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, അപ്പോൾ എക്സോസ്റ്റ് ആയി. പിന്നെ അസ്രൊക്കെ നിസ്കരിച്ചിട്ട് കിടന്നുറങ്ങിയതാണ്. 6:15 ആകുമ്പോഴാണ് എണീറ്റത്. നോക്കിയപ്പോൾ ഭയങ്കര ഇരുട്ട് പോലെ കാണുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മഗ്‌രിബും നിസ്കാരവും ഓത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പാസ്ത ഉണ്ടാക്കി അങ്ങനെ കഴിച്ചു. അത്രയൊക്കെ ഉള്ളൂ അന്നത്തെ ദിവസം. ബൈ, അസ്സലാമു അലൈക്കും.